1989 കാലം എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഒരു പരീക്ഷണത്തിൻ്റെ കാലമാണ്. കൊടുങ്ങല്ലൂർ ചന്തപ്പരയിൽ നമ്മൾ സുന്നി സെൻ്റർ ഉണ്ടാക്കി. സുന്നികൾക്കൊരാസ്ഥാനം എന്ന രൂപത്തിലാണ് ഉണ്ടാക്കിയത്. അതുണ്ടാക്കിയ കാലത്ത് AP വിരോധം വെച്ചുകൊണ്ട് അതിന് കല്ലെറിഞ്ഞ കാക്കാന്മാരുള്ള നാടാണത്. അതിന് വന്ന് കല്ലെറിഞ്ഞ് രാത്രി വന്ന് കല്ലെറിഞ്ഞിട്ട് അതിൻ്റെ ഗ്ലാസും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചിട്ട് പോയി. ഒരു RSSകാരൻ ചെയ്തിട്ടില്ല, ഒരു മാർക്സിസ്റ്റുകാരൻ ചെയ്തിട്ടില്ല, ഒരു രാഷ്ട്രീയക്കാരൻ ചെയ്തിട്ടില്ല, ഒരു ഹിന്ദു ചെയ്തിട്ടില്ല. അങ്ങനത്തെ ഒരു കാലം. ഞാൻ ഒരു ഒറ്റ ഉദാഹരണം പറഞ്ഞതാ. പള്ളികളിൽ അടിയും പിടിയും കുത്തലും പുറത്താക്കലും കൊല്ലലും നിറഞ്ഞ് ആടിയ ഒരു കാലം. AP-ക്കാരനാണോ കാന്തപുരത്തിൻ്റെ ആളാണോ പള്ളിയിൽ നിന്ന് പുറത്താക്കണം, മദ്രസയിൽ നിന്ന് പുറത്താക്കണം. ഇപ്പൊ സമകാലികമായി നടക്കുന്ന സംഭവവികാസങ്ങളുമായി നിങ്ങളൊന്ന് കൂട്ടി വായിച്ചാൽ മതി എവിടെ എത്തി കാര്യമെന്ന്. അങ്ങനത്തെ ഒരു കാലത്ത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മുമ്പിൽ ധീരമായി മഹാനായ കാന്തപുരം ഉസ്താദിൻ്റെയും ഉള്ളാൾ തങ്ങളുപ്പാപ്പാടെയും പിന്നിൽ അടിയുറച്ചു നിന്നു എന്ന ഒരൊറ്റ ഖ്യാതി മതി തങ്ങളുടെ ജീവിതത്തിൻ്റെ ബർക്കത്തിന്. ആ ബർക്കത്തുള്ള ജീവിതം അതാണ് നമുക്കും ഉണ്ടാകേണ്ടത്. നമുക്ക് ഇതിന്നൊക്കെ പഠിക്കേണ്ട ഗുണപാഠം അതാണ്. നമ്മുടെ അസ്ലാഫുകളായ ഉലമാക്കന്മാർ വേറെ ഒരു രാഷ്ട്രീയമുക്തമായി രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാവും. അത് വോട്ട് വരുമ്പോൾ പറ്റുന്ന പാർട്ടി ഏതാണ് വോട്ട് ചെയ്യുക എന്നല്ലാതെ കണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിൻ്റെ അടിമയായി അതേ പറ്റുള്ളൂ എന്ന രൂപത്തിൽ ഇന്ത്യ രാജ്യത്ത് കൊണ്ടടക്കാൻ ഒരു പാർട്ടിയില്ല. അപ്പം പിന്നെ ആ പാർട്ടിൻ്റെ ആലയിൽ കൊണ്ടുപോയി സമസ്തയെ കെട്ടണമെന്ന ഒരു ദുർവാശി ഒരു കാലഘട്ടത്തിൽ ഉണ്ടായപ്പോൾ അത് സത്യമല്ലെന്ന് ബോധ്യപ്പെട്ടു അതിൻ്റെ പിന്നാലെ നിന്നു ബഹുമാനപ്പെട്ട തങ്ങൾ. അതാണ് തങ്ങൾ ചെയ്ത ഏറ്റവും വലിയ ബർക്കത്തുള്ള ജീവിതം. ഇതിൻ്റെ അപ്പുറത്തഞ്ഞ് വേറൊന്നും പറയേണ്ടതില്ല. ആ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അതാണ് കുറഞ്ഞ പ്രവർത്തനം, കുറഞ്ഞ കാര്യങ്ങൾ, വലിയ ഹൈറ്. ആ ഹൈറ് വലുതായിരിക്കും.